കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാമക്ഷേത്രം എന്ന് പറയുന്നത് ഇപ്പോൾ പണ്ട് കുരിശ് കണ്ട ചെകുത്താൻ എന്നൊരു പ്രയോഗമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ രാമനെ കണ്ട കോൺഗ്രസ് എന്ന് മാറ്റി ആ പ്രയോഗം നമുക്ക് പറയേണ്ടി വരും എന്നാണ് തോന്നുന്നത്. രാമനെ കണ്ട രാഹുൽ എന്ന് ആ പ്രയോഗത്തിനെ നമുക്ക് മാറ്റി വിളിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കാരണം ഈ കോൺഗ്രസ് നേതാക്കൾ വളരെ തുടർച്ചയായിട്ട് ഇപ്പോൾ രാമജന്മഭൂമിയിൽ അവിടെ രാംലല്ലയുടെ പ്രതിഷ്ഠാ ചടങ്ങിൽ ഉൾപ്പെടെ എന്തൊക്കെ തരത്തിലാണ് ആ സമയത്ത് അവിടെ പോകുന്ന ആൾക്കാർക്ക് ബാന് കൽപ്പിച്ചത്, അവരെ അധിക്ഷേപിച്ചത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ആരെങ്കിലുമൊക്കെ അവിടേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ പോയി കഴിഞ്ഞാൽ അവരെ അധിക്ഷേപിക്കുന്നതെല്ലാം നമ്മൾ കണ്ടത് തന്നെയാണ്. കോൺഗ്രസ്സിന് അങ്ങനെയുള്ളൊരു ചരിത്രവുമുണ്ട്. ഇപ്പോൾ ആചാര്യ പ്രമോദ് ബാലകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ ശരിയാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം, ഷാബാനോ കേസ് ഇതുപോലെ തന്നെ കോടതി വിധി വന്നതാണ്. ആ കോടതി വിധി വന്നു കഴിയുമ്പോൾ ആ വിധിയെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് ഒരു നിയമം പാർലമെൻറ്റിനകത്ത് പാസ്സാക്കുന്നു. കോൺഗ്രസ് ആവർത്തിച്ച് കാലങ്ങളായിട്ട് പറയുന്നൊരു കാര്യമാണ്, രാഷ്ട്രീയവും മതവും രണ്ടായിട്ട് പോകണം, രാഷ്ട്രീയത്തിൽ മതം ഇടപെടരുത് എന്നുള്ള കാര്യം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതം ഇടപെട്ടത് എവിടെയാണ് ആദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഇടപെട്ടിരിക്കുന്നത് ഷാബാനോ കേസിലാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഒരു മതത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു മതത്തിലെ ഒരു വിഭാഗം ആൾക്കാരെന്നേ പറയാൻ കഴിയുള്ളൂ. കാരണം ആ മതത്തിലെ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടല്ല, ആ മതത്തിലെ സ്ത്രീകൾ കോൺഗ്രസിനൊപ്പം ആയിരുന്നില്ല. ആ മതത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയിരുന്ന സുപ്രീം കോടതിയുടെ നിലപാടായിരുന്നു, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ വിധിയായിരുന്നു ആ മതത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയിരുന്നത്. പക്ഷേ ആ മതത്തിലെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് മാത്രം, അല്ലെങ്കിൽ ആ മതത്തിലെ മതപണ്ഡിതർക്ക് വേണ്ടിയിട്ട് വളരെ കൃത്യമായിട്ട് ഇടപെടുകയും മതത്തിനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് ഇടപെടുത്തിക്കുകയും ചെയ്തത് ഷാബാനോ കേസിലാണ്. അപ്പോൾ കോൺഗ്രസ് മുസ്ലിം പ്രീണനത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നുള്ള കാര്യം അവർ ആ കേസിൽ തെളിയിച്ചത് തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് രാമജന്മഭൂമി വിഷയത്തിലേക്കും വരുന്നത്. രാമജന്മഭൂമി വിധി ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് അട്ടിമറിക്കുവാൻ പോലും അവർ എന്തും ചെയ്യുമെന്ന് പറയുന്ന ഒരവസ്ഥയായിരുന്നു. കാരണം ഇത്തരത്തിലൊരു വിധി കോൺഗ്രസ് ആണ് ഇരുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നീതി നടപ്പിലാകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അവർക്ക് സാധ്യമാകുന്ന എല്ലാ തലത്തിലും അവർ ഇടപെടും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. ഇപ്പോൾ ആ കാര്യം തന്നെയാണ് ഇദ്ദേഹത്തിലൂടെ നമ്മളിപ്പോൾ പുറത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നതും. ആചാര്യ പ്രമോദ്ജി അദ്ദേഹത്തിലൂടെ പുറത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഇന്നിപ്പോൾ രണ്ടുപേർ ഇതേപോലുള്ള വിഷയങ്ങൾ പറഞ്ഞിട്ട് രാജിവെക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഒരു പെൺകുട്ടി, അവരുടെ പേര് ഞാൻ പെട്ടെന്ന് കേര, അവർ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കും. വെച്ചാൽ ഞാൻ ക്ഷേത്രത്തിൽ പോയതിൻ്റെ പേരിൽ കോൺഗ്രസിൽ നിന്ന് നടപടികൾ നേരിടേണ്ടി വരുന്നു, അവരിൽ നിന്ന് അധിക്ഷേപം നേരിടേണ്ടി വരുന്നു എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കോൺഗ്രസിലെ നേതാക്കൾ, ഇപ്പോൾ പത്മജ വേണുഗോപാൽ നമ്മുടെ കേരളത്തിലെ തന്നെ മുതിർന്ന മുഖ്യമന്ത്രിയാകുന്ന ശ്രീ കെ കരുണാകരൻ്റെ മകളാണ്. അവർ തന്നെ പറയുന്നുണ്ട്, ഒരു ചന്ദനക്കുറി തൊട്ടിട്ട് ഒരിടത്ത് പോകാൻ കഴിയുന്ന സാഹചര്യമല്ല, പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺഗ്രസിനകത്ത് പ്രശ്നമാണെന്ന്. അപ്പോൾ അത് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് മുതൽ സോണിയാഗാന്ധിയുടെ ഓഫീസ് മുതൽ ഇങ്ങനെ താഴെ വരെ ഇങ്ങനൊരു സംസ്കാരം കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒന്നൊന്നായിട്ട് ആൾക്കാരത് പുറത്തു വന്ന് പറഞ്ഞു തുടങ്ങുന്നൊരു സാഹചര്യമാണുള്ളത്.